വതഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. ഖുർആനിലെ അവസാനത്തെ വചനമാണ്. ഈ വചനാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. സത്യസന്ധമായി ദൈവത്തിലെത്തി അപ്പുറപ്പുറം കട്ട് ചെയ്യാതെ മുജാഹിദുകൾ ചെയ്യുന്ന പോലെ ഒരു മിനിറ്റ് അപ്പുറം ഒരു മിനിറ്റ് ഇപ്പുറം അപ്പൊ അറിയാം എന്താണ് ഇതിന്റെ നിജസ്ഥിതി. നിങ്ങൾ പറയുന്നതിന് നേരെ എതിര്, നേരെ വിപരീതം. അതാണ് വിഷയം. നിങ്ങൾ കേൾക്കി, നിങ്ങൾ വേർതിരിച്ചു മനസ്സിലാക്കി, ഹക്കും ബാത്തിലും വേർതിരിച്ചു മനസ്സിലാക്കി. അതല്ലാതെ ഈ ജാതി ഹക്കിനെ ഖുർആനിലെ സൂറത്ത് ബഖറയിലെ 42 പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യരുത്. അത്തഅ്മുറൂന അന്നാസ ബിൽ ബിർ വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ. നിങ്ങൾ ജനങ്ങളോട് സത്യം പറയേണ്ടവർ, ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ മറന്നു പോവുകയുമാണോ? ഈ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. സൂറത്ത് ബഖറ 2-ാം അധ്യായം 44-ാമത്തെ വചനം. ഇങ്ങനെ ആളുകളെ ചതിക്കലല്ലാതെ പടച്ചതമ്പുരാനെ പരിചയപ്പെടുത്തി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തി. ആളുമാരും പറഞ്ഞിട്ടുണ്ട്. ഇതൊരു സക്കരിയ സലാഹി മാത്രമല്ല, വർഷങ്ങൾക്ക് മുമ്പ് ഷാർജ മുഖാമ നടത്തി ഹുസൈൻ സലഫിയോട് ഇതുപോലെ ചോദ്യം ചോദിച്ചു. ചോദ്യത്തിന് വ്യക്തമായി സലഫി നൽകിയ മറുപടി, അഹ്മദ് ബിൻ ഹംബൽ ഹജ്ജിന് പോയപ്പോ ഇതുപോലെ വഴിതെറ്റി. അപ്പൊ ഇതുപോലെ തന്നെ വഴിതെറ്റിയപ്പോ വഴി കാണിച്ചു തരുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചു. അദ്ദേഹത്തിന് വഴി തെളിഞ്ഞു എന്നൊരു സംഭവമുണ്ട്. അത് സ്വഹീഹാണെങ്കിൽ തന്നെ എന്റെ കയ്യിൽ തെളിവില്ല. ഇതുപോലെ മറുപടി. സുബ്ഹാനല്ലാഹ്, ഒരു ദൃഷ്ടാന്തം പോലെ ഇന്നും അത് ബാക്കിയായി. കേട്ടോളൂ നിങ്ങൾ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഹജ്ജിന് നടന്നു പോകുന്ന സന്ദർഭത്തിൽ വഴിതെറ്റി പോവുകയും ആ സന്ദർഭത്തിൽ മരണപ്പെട്ടവരെ വിളിച്ച് സഹായം തേടിയതായി ഇമാം ഇബ്നു കസീർ ബിദായയിൽ പറയുന്നുണ്ടല്ലോ. വഴിതെറ്റിയാൽ ഇങ്ങനെ വിളിച്ചു തേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതായി സഹിയായ ഹദീസിലും കാണാം. യാ ഇബാദുല്ലാഹ് അഗീസൂനി എന്ന്. മൗലവിക്ക് എന്ത് പറയാനുണ്ട്? മൗലവിക്ക് കുറെ പറയാനുള്ളത്, ഒന്ന്, അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഹജ്ജിന് പോകുമ്പോ വഴിതെറ്റിയപ്പോ മഹാത്മാക്കളായ ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്ന് ഇബ്നു കസീറിലുണ്ട് എന്നാ പറഞ്ഞ്. പച്ച കളവാണ്. അങ്ങനെ ഇബ്നു കസീറിലില്ല. പിന്നെന്തുണ്ടായി? ആ റിപ്പോർട്ട് തന്നെ നേരാണെങ്കിൽ അതിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ ഹജ്ജിന് പോകാറുണ്ട്. ഒരിക്കലും ഇങ്ങനെ നടന്ന് ഹജ്ജിന് പോകുമ്പോ വഴി അറിയാതായപ്പോ, നമ്മളുടെ ഒരു സ്ഥലത്ത് കൂടി നടന്നു പോകുമ്പോ വഴി അറിയില്ലെങ്കിൽ വഴി അറിയുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്നൊരു വിളി വിളിച്ച്, ആരാണ് കേൾക്കണമെങ്കിൽ വന്നിട്ട് വഴി കാണിച്ചു കൊടുക്കണം, പരിചയമില്ലാത്ത നാടാണ്. അങ്ങനെ അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി അവിടെ വഴി ശരിക്കും മനസ്സിലാവുകയും ചെയ്തു. ഇതേ ബിദായയിൽ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ സനദോ മറ്റ് കാര്യങ്ങളോ ഒന്നും പരിശോധിക്കാതെ തന്നെയാണ് ഈ പറയുന്നത്. ഉണ്ടെങ്കിൽ തന്നെ യാതൊരു കുഴപ്പമില്ല. പക്ഷേ അത് മരണപ്പെട്ട ഒരാളെയും വിളിച്ച് പ്രാർത്ഥിച്ചതായിട്ട് അവിടെ രേഖയില്ല. ഇനി നിങ്ങൾ ആരെയൊക്കെ മുശ്രിക്കാക്കുക? ആരെയൊക്കെ നിങ്ങൾ മുശ്രിക്കിന്റെ ലിസ്റ്റിൽ പെടുത്തുക? ഇവരൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട്, ഇവരൊക്കെ മുശ്രിക്ക് പട്ടവും ചമച്ചിക്കൊണ്ട് മാറ്റി നിർത്തിയാൽ സഹോദരങ്ങളെ, കേരളക്കരയിൽ ഈ ദഅവാ പ്രവർത്തനത്തിൽ ഇന്നും വിയർത്തൊലിക്കുന്ന ആളുകൾ ആരാണ് നിങ്ങൾക്കറിയില്ല. അപ്പൊ നിങ്ങൾ നിന്ന് പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ആദർശത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ ഇത്തരക്കാരായ ആളുകളെ മാനസികമായി പിന്തുണച്ചൂടെ, മുശ്രിക്കാക്കി ചിത്രീകരിക്കാതെ. അത് വളരെ വ്യക്തമായി അദ്ദേഹം പറയാറുണ്ട്. അങ്ങനെ ഇബ്നു ഹംബൽ വിളിച്ചിട്ടില്ലെങ്കിൽ തന്നെ ഒരിക്കലും അത് പ്രാർത്ഥനയുടെ പരിധിയിലേക്കുള്ള വിളിയല്ല. ചരിത്രം പരിശോധിക്കാതെ തന്നെയാണ് പറയുന്നത്. എന്നാൽ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നുള്ള കള്ളക്കഥയാണ്. അദ്ദേഹം വഴി കാണിച്ചു തരുന്നതെന്ന് പറഞ്ഞു. അല്ലാഹുവിനെ തൗഫീഖ് വഴി തെളിഞ്ഞും ചെയ്തു എന്നാണ്. അപ്പൊ തൗഹീദിന്റെ നിർവ്വഹണമായ ഇബ്നു ഹംബലൊക്കെ ശിർക്കിലേക്ക് പോയി എന്ന് ഒരിക്കലും ഹുസൈൻ സലഫിക്കും ബാധല്ല, ഒരാൾക്കും ബാധല്ല. അങ്ങനെ ലോകത്താരും ബാധിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഹദീസിന്റെ വിശദീകരണം ഹുസൈൻ സലഫി വിശദീകരിക്കും. അതുകൂടെ കേട്ടോളൂ. നിങ്ങൾ എവിടെയെങ്കിലും പെട്ടാൽ യാ ഇബാദല്ലാഹ് അഗീസൂനി എന്ന് വിളിച്ചോളിൻ എന്ന് പറയുന്ന ആ സംഭവം ദഈഫാണ്, അത് ദുർബലമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വിഷയത്തിൽ ആ ഹദീസ് കൂടി വേണമെങ്കിൽ നിങ്ങളെ കേൾക്കുകയാണ്. അത് തൊബ്രാനിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള. അതിന് മുഴുവൻ കേട്ടോളൂ. ഇതാ അവല്ലാഹുക്കും ചെയ്യാൻ നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വഴിപിഴച്ചാൽ, ഔറാദാഹുക്കും ഔസൻ നിങ്ങൾ വല്ല സഹായം ഉദ്ദേശിച്ചാൽ, എന്നെ സഹായിക്കേ എന്ന് പറയാ. അവിടെ നിന്നും ആരാ കേൾക്കണമെങ്കിൽ അവർ
വന്നോട്ടേണെങ്കിൽ ഹദീസ് ശരിയാണെങ്കിലും ഉണ്ടാവുള്ളൂ. നമ്മളൊരു സ്ഥലത്ത് അപകടത്തിൽപ്പെട്ടാൽ വണ്ടിയൊരേന്ന് പറയും, ഇന്ന് രക്ഷിക്കോന്ന് പറയും, ആരോടെയുമില്ല, കേൾക്കണവർക്ക് ആർക്കും വന്നിട്ട് രക്ഷപ്പെടുത്താം. അവിടെ നിന്നും ആരാ കേൾക്കണമെങ്കിൽ അവർ വന്നോട്ടേണെങ്കിൽ ഹദീസ് ശരിയാണെങ്കിലും ഉണ്ടാവുള്ളൂ. നമ്മളൊരു സ്ഥലത്ത് അപകടത്തിൽപ്പെട്ടാൽ വണ്ടിയൊരേന്ന് പറയും, ഇന്ന് രക്ഷിക്കോന്ന് പറയും, ആരോടെയുമില്ല, കേൾക്കണവർക്ക് ആർക്കും വന്നിട്ട് രക്ഷപ്പെടുത്താം. അതിലപ്പുറം മരണപ്പെട്ടു പോയ മഹാത്മാക്കളെയോ അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ വിളിച്ചുവന്നോ വിളിക്കാനോ ഇനി ഹദീസ് സഹിയാണ് ആരെങ്കിലും ഉരുട്ട് തരണ്ട് ഒപ്പിച്ചാൽ തന്നെ അത് തെളിവല്ല. ഹദീസാണെങ്കിൽ അത് തൊബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ലഈഫുമാണ് എന്ന് പണ്ഡിതന്മാര് വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഒരു ലഈഫായ ഹദീസാണ്. അതാണ് ഓരോ ആധികാരികമായും പ്രമാണത്തെ മനസ്സിലാക്കി മറുപടി കൊടുക്കുന്നവരുടെ നിലപാട്. കണ്ടില്ല നിങ്ങൾ? ഹദീസ് ലഈഫാണ്, പോരാവുന്നത് പറഞ്ഞ് ചീത്തറിന് വിളിയല്ല. ഇനി അത് സ്വഹീഹാണെങ്കിൽ പോലും നിങ്ങൾക്കതിന് തെളിവില്ല. കാരണം ആ വിളി ശിർക്കിലേക്ക് എത്തുന്നില്ല, ആ വിളി ശിർക്കിലേക്ക് എത്തുന്നില്ല എന്നല്ലാണ് സഹോദരങ്ങളെ ഇസ്ലാഹ് മാസിക എഴുതിയത്, ജബ്ബാർ മൗലവി പറഞ്ഞത്, അനസ് മൗലവി പിന്തുണച്ചത്, കായക്കൊടി ഇസ്തിഖാമ പരിപാടിയിൽ ജബ്ബാർ മൗലവി സാക്ഷി നിർത്തി പറഞ്ഞത്. അത് തന്നെയാണ് മണ്ണാർക്കാട് സംവാദത്തിൽ സക്കരിയ സലാഹി വ്യക്തമാക്കിയത്. അത് തന്നെയാണ് കാസർഗോഡ് വെച്ചും ആ രൂപത്തിലെ മറുപടിക്ക് കൃത്യമായി ഉത്തരം നൽകിയത്. ഇനിയും നിങ്ങൾക്ക് ആരെയാ വേണ്ടത്? ഇനിയും നിങ്ങൾ ശിർക്കിന്റെ വലയത്തിൽ എത്തുമ്പോൾ ഈ തരത്തിലുള്ള ഊതി ഉരിപ്പിച്ച ബലൂൺ ഇവിടെ കാറ്റഴിക്കാൻ പോവുകയാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന് പ്രബോധന മേഖലയിൽ തെളിഞ്ഞു നിന്നിരുന്ന അബ്ദുറഹിമാൻ സലഫി, അദ്ദേഹം പോലും വ്യക്തമായി തന്റെ ശിഷ്യന്മാർക്ക് ഈ ആരോപണങ്ങൾക്ക് മറുപടി നൽകിയപ്പോൾ പഠിപ്പിച്ചു കൊടുത്ത എന്താ അറിയുന്നത്? ഇതിന്റെ യഥാർത്ഥ വസ്തുത. അഥവാ ഇത്ര നേരം നാം കാട്ടിരുന്ന അതേ വിഷയത്തിൽ ഒരു മാറ്റമില്ല, ഒരു മാറ്റവുമില്ല. അഥവാ ജബ്ബാർ മൗലവി പറഞ്ഞ വിഷയം, അതുപോലെ തന്നെ ഇസ്ലാഹ് മാസിക, അനസ് മൗലവി, കായക്കൊടി, അതുപോലെ തന്നെ സഹോദരങ്ങളെ ഷാർജ മുഹമ്മദ് ഹുസൈൻ സലഫിയും പറഞ്ഞു. അതേപോലെ വ്യക്തമായ ആ വിഷയത്തിൽ അബ്ദുറഹിമാൻ സലഫിയും മറുപടി പറയുന്നു. ഒരാൾക്കും ഇതിൽ വ്യത്യസ്ത നിലപാടില്ല, എല്ലാം ഒന്ന്. അതുകൊണ്ട് ഈ ആദർശത്തെ ഊതിക്കെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. ഇൻഷാ അല്ലാഹ് കേട്ടോളൂ. അസ്സലാമു അലൈക്കും. വിജനമായ സ്ഥലത്ത് നിന്ന് വിളിച്ചാൽ ജിന്ന് സഹായിക്കും എന്ന് വിശ്വസിക്കുന്നത് ശരിയാണോ? മടവൂരികൾ നമ്മളെ സംബന്ധിച്ച് ആദ്യമൊക്കെ നമ്മൾ മനുഷ്യ കഴിവിനപ്പുറം എന്നാണ് പ്രാർത്ഥനയ്ക്ക് നിർവചനം നൽകിയെങ്കിൽ ഈ ജിന്നിന്റെ വിഷയം വന്നതിന് ശേഷം മനുഷ്യ സൃഷ്ടികൾക്കപ്പുറം എന്ന് പറയുന്നുണ്ട്. ഈ വാദം ശരിയാണോ? അവർ ഉന്നയിക്കുന്നതിന് എന്താണ് മറുപടി പറയുക? നമ്മൾ ഉപയോഗിച്ച ഒരു വാചകവും തിരുത്തേണ്ട ആവശ്യമില്ല. ചില ആളുകൾക്ക് അങ്ങനെ ഒരു തോന്നലാണ്, പണ്ടത്തെ പ്രയോഗങ്ങളെക്കാൾ നല്ല ചില പുതിയ പ്രയോഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് ആരെങ്കിലും ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം. മനുഷ്യ കഴിവിന് അതീതമായ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ ഒരു സൃഷ്ടിയാണ്. അവർ മനുഷ്യനോട് അവന്റെ കഴിവിന് അതീതമായ കാര്യങ്ങളുണ്ട്. ഇതുപോലെ ഏതൊരു സൃഷ്ടിയോടും ആ സൃഷ്ടിയുടെ കഴിവിന് അതീതമായ കാര്യങ്ങൾ ആവശ്യപ്പെടുക എന്നതുകൊണ്ടുള്ള വിവക്ഷ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ പ്രാപഞ്ചിക നിയമങ്ങൾക്ക് അതീതമായ കാര്യങ്ങളിൽ അവരോട് സഹായം ആവശ്യപ്പെടുക, പ്രാർത്ഥിക്കുക എന്നതാണ്. അതാണ് ശിർക്ക്. അപ്പൊ മുമ്പ് ഉപയോഗിച്ച വാചകങ്ങൾ തിരുത്തേണ്ടതോ അങ്ങനെ തിരുത്തുന്ന ഒരവസ്ഥയോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ല. നമ്മളൊക്കെ എപ്പോഴും ആ പണ്ട് പറഞ്ഞ അതിനെ പറയാറുള്ളത്. അതിങ്ങനെ ആരെങ്കിലും എഴുതുമ്പോൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ ചില ആളുകൾ ഇത്തരം സംശയങ്ങളും ചോദ്യങ്ങളുമായിട്ട് കൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കത് തിരുത്തേണ്ട ഒരാവശ്യമല്ല. ഇനിയിപ്പോ ഒരാൾ മനുഷ്യ കഴിവിന് അതീതമായ എന്നതിന് പകരം സൃഷ്ടികളുടെ കഴിവിന് അതീതമായ എന്ന് എഴുതിപ്പോയാൽ ആദ്യം പറഞ്ഞത് തെറ്റും രണ്ടാമത്തേത് ശരിയും എന്ന് അതിന് അർത്ഥമില്ല. ഇതുകൊണ്ട് രണ്ടും പരസ്പര വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നുമില്ല എന്നതാണ്. മൂന്നാമത്തെ കാര്യം, ഒരു വിജനമായ സ്ഥലത്ത് ഒരാൾ ചെന്നുപെട്ടാൽ അവിടെ വല്ല ജിന്നുണ്ടോ എന്ന് അന്വേഷിച്ച് എന്നിട്ട് നിങ്ങൾ സഹായിക്കുമോ എന്ന് ചോദിക്കാൻ, മിൻ ഹൈസു ലാ തറൗനഹു ഇന്നഹു ഹുവ യറാക്കും വ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹു. നിങ്ങൾ നോക്കിയാൽ കാണൂലല്ലോ. അത് നമ്മളിങ്ങനെ നോക്കിയാൽ കാണുന്ന ആളുകളല്ല അവർ. പിന്നെ ഒരു വിജനമായ സ്ഥലത്ത് ചെന്ന് നമ്മൾ വിളിക്കുമ്പോ യഥാർത്ഥത്തിൽ ആ പ്രയോഗം ഒരാളുമില്ല, ഒരു മനുഷ്യനുമില്ല, വേറെ ഒന്നുമില്ല, ആരെയും കാണാത്തൊരു സന്ദർഭത്തിൽ ഒരു ബേജാറാകുന്ന ഘട്ടത്തിൽ ഒരാള് മണ്ടിയേരിയോ എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ ഇവിടെ നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ മണ്ടിയേരിയോ എന്ന് പറഞ്ഞാണ്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വരിക. അപ്പൊ അയാൾക്ക് ഒരു അപകടം വരികയാണ്. ആ സന്ദർഭത്തിൽ ഇങ്ങനെ വിളിച്ചാൽ അത് മലക്കിനെയാണ്, ഔലിയാക്കന്മാരെയാണ്,
മരിച്ചോലെയാണ്, ജിന്നിനെയാണ്, ഷെയ്ത്താനെയാണ്, കുടുംബക്കാരെയാണ്, വാപ്പാനെയാണ്, ഉമ്മാനെയാണ്, ഇങ്ങനെ പലതും പലർക്കും വിചാരിക്കാം. ഈ വിളിച്ച ആളോ ആരാണ് എന്റെ വിളി കേൾക്കുന്നതും എന്നെ സഹായിക്കാൻ കഴിയുന്നതുമായിട്ടുള്ളത്, അവരെ സഹായം എനിക്ക് കിട്ടട്ടെ എന്നേ നേർക്ക് നേരെ അതിന് അർത്ഥമുള്ളൂ. സഹായം മനുഷ്യന് മലക്കുകളിൽ നിന്ന് സഹായം കിട്ടുന്നുണ്ട്. ഹഫലത്തിന്റെ സഹായം മനുഷ്യന് കിട്ടുന്നുണ്ട്. അത് ഹഫലത്തിനെ വിളിച്ചിങ്ങാണ്ട് എന്നെ സഹായിക്കുകയോ എന്ന് പറഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കും, സഹായം ചോദിക്കും ചെയ്തിട്ടല്ല അത് കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ ജിന്ന് വർഗത്തിൽപ്പെട്ട ആളുകളോട് ആ പറഞ്ഞ രീതിയിലേക്ക് പോകാനൊട്ട് പാടില്ല. മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ ജിന്നുകളോട് അഭയം തേടാറുണ്ടായിരുന്നു, രക്ഷ തേടാറുണ്ടായിരുന്നു. അത് ഖുർആൻ എടുത്ത് വിമർശിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യാനും പാടില്ല. ഇത്ര വിശദീകരിച്ച് സക്കരിയ സലാഹിയോ ഹുസൈൻ സലഫിയോ അതുപോലെ തന്നെ ജബ്ബാർ മൗലവിയോ ഇസ്ലാമാസിയോ പോലും പറഞ്ഞിട്ടില്ല. അത്ര വിശദീകരിച്ചുകൊണ്ടാണ് അബ്ദുറഹിമാൻ സലഫി കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തത്. എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് വഈഫാണ് ചിന്തിക്കണ്ട പറയണ്ട എന്ന് പറഞ്ഞിട്ട് അത് തട്ടിവിടാതെ വിശദീകരിച്ചത്? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? അപ്പൊ തൗഹീദ് അറിയുന്ന അത് വിശദീകരിക്കുന്ന ഒരാള് കൃത്യമായി ഇത്തരത്തിലുള്ള ശിർക്കിന്റെ വികലവാദങ്ങളെ മുനയൊടിക്കുമ്പോൾ, അതിലേക്ക് ഇവർ തെളിവാക്കി കൊണ്ടുവരുമ്പോൾ അതിന്റെ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പരാമർശിക്കേണ്ടി വരും. മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ജിന്നുകളോട് അഭയം തേടാറുണ്ടായിരുന്നു, രക്ഷ തേടാറുണ്ടായിരുന്നു. ഫസാദൂഹും റഹഖാ. അത് ഖുർആൻ എടുത്ത് വിമർശിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യാനും പാടില്ല. എന്നാൽ ഈ വിളിക്കുന്നത് ഇത് വല്ല ജിന്നും ഉണ്ടെങ്കിൽ ആ ജിന്ന് സഹായിക്കട്ടെ എന്നുള്ള നിലക്ക് ജിന്നിനോടാണ്. അങ്ങനെ നിയ്യത്ത് വെക്കാനൊക്കെ ആർക്കെങ്കിലും ഒഴിവുണ്ടാകുമോ? ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ പേടിയാണ് നേരത്ത് ജിന്നിനെ നിയ്യത്തിട്ട് ജിന്നിന്റെ സഹായം കിട്ടാൻ. അപ്പൊ അതൊക്കെ കുറച്ച് അതിശയോക്തിപരമായ പ്രയോഗങ്ങളും വ്യാഖ്യാനങ്ങളുമാണ്. ആ വിഷയത്തിൽ തന്നെ വന്ന ചില സ്ഖലിതങ്ങൾ ലേഖനത്തിൽ വന്നത് ആ ലേഖകൻ തന്നെ എഴുതിയ പ്രസിദ്ധീകരണത്തിൽ പിന്നീട് തിരുത്തിയിട്ടുമുണ്ട്. മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ജിന്നുകളോട് അഭയം തേടാറുണ്ടായിരുന്നു, രക്ഷ തേടാറുണ്ടായിരുന്നു. ഫസാദൂഹും റഹഖാ. അത് ഖുർആൻ എടുത്ത് വിമർശിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യാനും പാടില്ല. എന്നാൽ ഈ വിളിക്കുന്നത് ഇത് വല്ല ജിന്നും ഉണ്ടെങ്കിൽ ആ ജിന്ന് സഹായിക്കട്ടെ എന്നുള്ള നിലക്ക് ജിന്നിനോടാണ്. അങ്ങനെ നിയ്യത്ത് വെക്കാനൊക്കെ ആർക്കെങ്കിലും ഒഴിവുണ്ടാകുമോ? ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ പേടിയാണ് നേരത്ത് ജിന്നിനെ നിയ്യത്തിട്ട് ജിന്നിന്റെ സഹായം കിട്ടാൻ. അപ്പൊ അതൊക്കെ കുറച്ച് അതിശയോക്തിപരമായ പ്രയോഗങ്ങളും വ്യാഖ്യാനങ്ങളുമാണ്. ആ വിഷയത്തിൽ തന്നെ വന്ന ചില സ്ഖലിതങ്ങൾ ലേഖനത്തിൽ വന്നത് ആ ലേഖകൻ തന്നെ എഴുതിയ പ്രസിദ്ധീകരണത്തിൽ പിന്നീട് തിരുത്തിയിട്ടുമുണ്ട്. മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ജിന്നുകളോട് അഭയം തേടാറുണ്ടായിരുന്നു, രക്ഷ തേടാറുണ്ടായിരുന്നു. ഫസാദൂഹും റഹഖാ. അത് ഖുർആൻ എടുത്ത് വിമർശിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യാനും പാടില്ല. എന്നാൽ ഈ വിളിക്കുന്നത് ഇത് വല്ല ജിന്നും ഉണ്ടെങ്കിൽ ആ ജിന്ന് സഹായിക്കട്ടെ എന്നുള്ള നിലക്ക് ജിന്നിനോടാണ്. അങ്ങനെ നിയ്യത്ത് വെക്കാനൊക്കെ ആർക്കെങ്കിലും ഒഴിവുണ്ടാകുമോ? ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ പേടിയാണ് നേരത്ത് ജിന്നിനെ നിയ്യത്തിട്ട് ജിന്നിന്റെ സഹായം കിട്ടാൻ. അപ്പൊ അതൊക്കെ കുറച്ച് അതിശയോക്തിപരമായ പ്രയോഗങ്ങളും വ്യാഖ്യാനങ്ങളുമാണ്. ആ വിഷയത്തിൽ തന്നെ വന്ന ചില സ്ഖലിതങ്ങൾ ലേഖനത്തിൽ വന്നത് ആ ലേഖകൻ തന്നെ എഴുതിയ പ്രസിദ്ധീകരണത്തിൽ പിന്നീട് തിരുത്തിയിട്ടുമുണ്ട്. ആ വിഷയത്തിൽ തന്നെ വന്ന ചില സ്ഖലിതങ്ങൾ ആ വിഷയത്തിൽ തന്നെ വന്ന ചില സ്ഖലിതങ്ങൾ ആ വിഷയത്തിൽ തന്നെ വന്ന ചില സ്ഖലിതങ്ങൾ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ ഹജ്ജിന് പോകാറുണ്ട്. ഒരിക്കലും ഇങ്ങനെ നടന്ന് ഹജ്ജിന് പോകുമ്പോ വഴി അറിയാതായപ്പോ നമ്മളുടെ ഒരു സ്ഥലത്ത് കൂടി നടന്നു പോകുമ്പോ വഴി അറിയില്ലെങ്കിൽ വഴി അറിയുന്നവരാരെങ്കിലും ഉണ്ടോ എന്നൊരു വിളി വിളിച്ച് ആരാണ് കേൾക്കണമെങ്കിൽ വന്നിട്ട് വഴി കാണിച്ചു കൊടുക്കണം, പരിചയമില്ലാത്ത നാടാണ്.
അങ്ങനെ അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി അവിടെ വഴി ശരിക്കും മനസ്സിലാവുകയും ചെയ്തു. ഇതേ ബിദായയിൽ പറഞ്ഞിട്ടുള്ളൂ, അതിന്റെ സനദോ മറ്റ് കാര്യങ്ങളോ ഒന്നും പരിശോധിക്കാതെ തന്നെയാണ് ഈ പറയുന്നത്, ഉണ്ടെങ്കിൽ തന്നെ യാതൊരു കുഴപ്പമില്ല. അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ ഹജ്ജിന് പോകാറുണ്ട്. ഒരിക്കലും ഇങ്ങനെ നടന്ന് ഹജ്ജിന് പോകുമ്പോ വഴി അറിയാതായപ്പോ, നമ്മളുടെ ഒരു സ്ഥലത്ത് കൂടി നടന്നു പോകുമ്പോ വഴി അറിയില്ലെങ്കിൽ വഴി അറിയുന്നവരാരെങ്കിലും ഉണ്ടോ എന്നൊരു വിളി വിളിച്ച്, ആരാണ് കേൾക്കണമെങ്കിൽ വന്നിട്ട് വഴി കാണിച്ചു കൊടുക്കണം, പരിചയമില്ലാത്ത നാടാണ്. അങ്ങനെ അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി അവിടെ വഴി ശരിക്കും മനസ്സിലാവുകയും ചെയ്തു. ഇതേ ബിദായയിൽ പറഞ്ഞിട്ടുള്ളൂ, അതിന്റെ സനദോ മറ്റ് കാര്യങ്ങളോ ഒന്നും പരിശോധിക്കാതെ തന്നെയാണ് ഈ പറയുന്നത്, ഉണ്ടെങ്കിൽ തന്നെ യാതൊരു കുഴപ്പമില്ല. പക്ഷേ അത് മരണപ്പെട്ട ഒരാളെയും വിളിച്ച് പ്രാർത്ഥിച്ചതായിട്ട് അവിടെ രേഖയില്ല. പക്ഷേ അത് മരണപ്പെട്ട ഒരാളെയും വിളിച്ച് പ്രാർത്ഥിച്ചതായിട്ട് അവിടെ രേഖയില്ല. പക്ഷേ അത് മരണപ്പെട്ട ഒരാളെയും വിളിച്ച് പ്രാർത്ഥിച്ചതായിട്ട് അവിടെ രേഖയില്ല. സലഫിയോട് ഇതുപോലെ ചോദ്യം ചോദിച്ചു. ചോദ്യത്തിന് വ്യക്തമായി സലഫി നൽകിയ മറുപടി, അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ ഹജ്ജിന് പോകാറുണ്ട്. ഒരിക്കലും ഇങ്ങനെ നടന്ന് ഹജ്ജിന് പോകുമ്പോ വഴി അറിയാതായപ്പോ, നമ്മളുടെ ഒരു സ്ഥലത്ത് കൂടി നടന്നു പോകുമ്പോ വഴി അറിയില്ലെങ്കിൽ വഴി അറിയുന്നവരാരെങ്കിലും ഉണ്ടോ എന്നൊരു വിളി വിളിച്ച്, ആരാണ് കേൾക്കണമെങ്കിൽ വന്നിട്ട് വഴി കാണിച്ചു കൊടുക്കണം, പരിചയമില്ലാത്ത നാടാണ്. അങ്ങനെ അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി അവിടെ വഴി ശരിക്കും മനസ്സിലാവുകയും ചെയ്തു. ഇതേ ബിദായയിൽ പറഞ്ഞിട്ടുള്ളൂ, അതിന്റെ സനദോ മറ്റ് കാര്യങ്ങളോ ഒന്നും പരിശോധിക്കാതെ തന്നെയാണ് ഈ പറയുന്നത്, ഉണ്ടെങ്കിൽ തന്നെ യാതൊരു കുഴപ്പമില്ല. പക്ഷേ അത് മരണപ്പെട്ട ഒരാളെയും വിളിച്ച് പ്രാർത്ഥിച്ചതായിട്ട് അവിടെ രേഖയില്ല. സലഫിയോട് ഇതുപോലെ ചോദ്യം ചോദിച്ചു. ചോദ്യത്തിന് വ്യക്തമായി സലഫി നൽകിയ മറുപടി, പക്ഷേ അത് മരണപ്പെട്ട ഒരാളെയും വിളിച്ച് പ്രാർത്ഥിച്ചതായിട്ട് അവിടെ രേഖയില്ല. ഖുർആനിലെ അവസാനത്തെ വചനമാണ്. ഈ വചനാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി നിങ്ങൾ ആരെയൊക്കെ മുശ്രിക്കാക്കുക, ആരെയൊക്കെ നിങ്ങൾ മുശ്രിക്കിന്റെ ലിസ്റ്റിൽ പെടുത്തുക? ഇവരൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട്, ഇവരൊക്കെ മുശ്രിക്ക് പട്ടവും ചമച്ചിക്കൊണ്ട് മാറ്റി നിർത്തിയാൽ സഹോദരങ്ങളെ, കേരളക്കരയിൽ ഈ ദഅവാ പ്രവർത്തനത്തിൽ ഇന്നും വിയർത്തൊലിക്കുന്ന ആളുകൾ ആരാണ് നിങ്ങൾക്കറിയില്ല. അപ്പൊ നിങ്ങൾ ഇന്ന് പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ആദർശത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ ഇത്തരക്കാരായ ആളുകളെ മാനസികമായി പിന്തുണച്ചൂടെ? മുശ്രിക്കാക്കി ചിത്രീകരിക്കാതെ ആരെയൊക്കെ നിങ്ങൾ മുശ്രിക്കിന്റെ ലിസ്റ്റിൽ പെടുത്തുക? ഇവരൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട്, ഇവരൊക്കെ മുശ്രിക്ക് പട്ടവും ചമച്ചിക്കൊണ്ട് മാറ്റി നിർത്തിയാൽ സഹോദരങ്ങളെ, കേരളക്കരയിൽ ഈ ദഅവാ പ്രവർത്തനത്തിൽ ഇന്നും വിയർത്തൊലിക്കുന്ന ആളുകൾ ആരാണ് നിങ്ങൾക്കറിയില്ല. അപ്പൊ നിങ്ങൾ ഇന്ന് പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ആദർശത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ ഇത്തരക്കാരായ ആളുകളെ മാനസികമായി പിന്തുണച്ചൂടെ? മുശ്രിക്കാക്കി ചിത്രീകരിക്കാതെ, മുശ്രിക്കാക്കി ചിത്രീകരിക്കാതെ, മുശ്രിക്കാക്കി ചിത്രീകരിക്കാതെ, മുശ്രിക്കാക്കി ചിത്രീകരിക്കാതെ ഈ ജാതി ഹക്കിനെ ഖുർആനിലെ സൂറത്ത് ബഖറയിലെ 42 പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യരുത്.